ആരാണോ വരുന്നത്? അടച്ചോനെ വാവല്ലേ വരുന്നത്. ഇനി ചക്കന് ഒരു പകുതി കൊടുക്കണ്ടേ എനിക്ക്. എവിടെ പോയാലും ഓനെ തന്നെയോളൂ. ഇമ്മ ചീത്ത കിട്ടുണ്ടോ? ഞാനൊരു കഷ്ണം കൊടുത്തീന്ന് എന്നോട് കുഞ്ഞാപ്പോ. എനക്ക് നല്ല ആയുസാണ്. ഞാൻ പന്നെ വിചാരിച്ചിട്ടോളൂ. ഒന്നല്ലേ ഞാൻ ഇതുവരെ പോയിരുന്ന അപ്പൊ എന്നെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്ന എല്ലാ ചക്കൊക്കെ ഉണ്ടല്ലോ എവിടുന്നാ? ആടത് ചെറിയ ചക്കടാ. ഇത് ഞങ്ങൾക്ക് തന്നെ ഉണ്ടാവൂലടാ. തല ഭയങ്കര. എനിക്ക് ചക്ക ഇഷ്ടാണ്. എനക്ക് ഇഷ്ടാണല്ലേ? അപ്പൊ എനക്ക് തരണന്നൊക്കെ ഉണ്ടടാ. പക്ഷെ ചെറിയ ചക്കല്ലേ. ഇതിപ്പോ തോല് പൊളിച്ചാല് ഇതിന്റെ കഴമ്പ് കുറച്ചുണ്ടാവും. അല്ലെ ചോദിച്ചാണ് നിനക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞാണ്. ഈ തരുവാണെങ്കിൽ തന്നാ മതി. പിന്നെ തല വേദനിക്കുണ്ടായിട്ടാണ് പൊട്ടച്ച് തലമ ചക്ക വെച്ച് നടക്കണ്. പിന്നെ എവിടെ വെക്കാ? കൈ തൂക്കി പിടിച്ചു കൊടുത്തൂടെ? അങ്ങനെ ചെയ്യല്ലേ? ഒരു മണ്ടൻ തന്നെ. വെറുതെ അല്ല എല്ലാരും പറഞ്ഞു മണ്ടനാണ്. എന്നോട് പറയാന് ഞാനിതേ നമ്മളെ ഇവരില്ലേ സുബൈതാത്താറിന് തന്നാണ്. ഇതന്നെയുള്ളൂ അവിടെ? ചെറുതന്നെ? അങ്ങനല്ല, ഒരു മോനെ മഴയൊക്കെ ആയി ഇന്നെ വിളിച്ചിന്ന്. കുഞ്ഞാപ്പോ ചക്ക ഉണ്ട്, മഴയാണ്, അപ്പൊ മഴമത്ത് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ വരാറുണ്ട്. അപ്പൊ ഒരു പാവാടാ ഒരു 5-6 കൊറേ ചക്ക ഇട്ടുകൊടുത്താ. കൊത്തി പിടിച്ച് കേറിട്ടില്ല. വലിയൊരു തോട്ടിണ്ടായിരുന്നു. ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ഒരു നല്ല സ്വഭാവട്ടാ. ഇക്ക് ചക്കി തന്നു. ഈ ചള്ളാക്കാൻ പിന്നെ ചള്ളല്ലടാ, പേരൊക്കാനാവൂല. ഇപ്പേരി ഇമ്മേരിയൊക്കെ വെക്കാം. അപ്പൊ ഒരു ഇത് കൊണ്ടേക്കോ, ആരോടും പറയുന്നു വേണ്ട. ഇനി അവിടെ ഇവിടെ നടന്ന് പറയണ്ട. എല്ലാരും പറയുന്നുണ്ട് എന്തെങ്കിലും അറിയോ വാർത്ത അറിയണെങ്കി കുഞ്ഞാപ്പൂനോട് പറഞ്ഞാ മതി, കുഞ്ഞാപ്പൂ ലോകം എത്തിക്കുന്നു. അങ്ങനെ എല്ലാരും പറയുന്നുണ്ട്. എല്ലാരും പറയുന്നുണ്ട്. നമുക്ക് വാർത്ത വായിക്കാൻ പോവാ. ടിവിയിലൊക്കെ കാണുമല്ലോ വാർത്ത വായിക്കുന്നത്. അതുകൊണ്ട് വന്നോട്ടെ, അത് കുഴപ്പമില്ല. അതുകൊണ്ട് സൈഡായി ഇന്നാളെ വണ്ടി വരല്ലേ. പോയിക്കോട്ടെ. അപ്പൊ എല്ലാരും പറഞ്ഞു വാർത്ത വായിക്കാന്നില്ലേ. അപ്പൊ കുഞ്ഞാപ്പോ വെച്ച് ഞങ്ങളോട് തന്നാന്ന് പറയണ്ട, എനിക്ക് ആരും തന്നാന്ന് പറഞ്ഞാളായിരുന്നു. ഞാൻ ആരോടും പറയില്ലട്ടാ. ഇനി ഓര് വിചാരിക്കൂലേ നടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. ഞാൻ വരുമ്പോ മനെ പോലെ മോനെ, ഞാൻ വരുമ്പോ പ്രകാശം ഉണ്ടോ അവന്റെ പേരന്റെ അടങ്ങ് നിക്കണ്. എന്തൊരു കൊതിയനാണ്, കൊതി മൂത്ത് നിക്കുക. നിന്നെ കണ്ടപ്പോ ചോദിക്ക, കുഞ്ഞാപ്പോ ചക്കറ്റാളെ വരുന്നത്. ചക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ചക്കൊക്കെ തിന്നിട്ട് കൊറേ അയക്കുന്നല്ലോന്ന്. ഓന്റെ സൂത്രൊക്കെ മനസ്സിലാക്കുന്നേ. ഇതിന് കുറച്ച് കിട്ടാൻ വേണ്ടിട്ടാണ്. എല്ലാരും കൊടുക്കാനുള്ള ഉണ്ടേനു. ഞാൻ പറഞ്ഞു കേക്ക്, ഞാൻ ഓനെക്കാട്ടും വലിയ വളവേ. ഞാൻ പറഞ്ഞേ പ്രകാശാട്ടാ, ഇത് ഞങ്ങൾക്ക് തന്നതല്ലട്ടാ, ഞങ്ങൾക്ക് എടുക്കാനുള്ളതല്ല. ഇത് സുബൈതാത്തല്ലേ, ഓരോന്ന് തന്നതാണ്. ഓര് ഞങ്ങളെ അയൽവാസി ജാനുവെച്ച് കൊടുക്കാൻ തന്നായിരുന്നു. എന്റെ സൂത്രം എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ പറഞ്ഞു സുബൈതാത്ത പറഞ്ഞിങ്ങനെ ആരോടും പറയണ്ടാന്ന്. പ്രകാശാട്ടാ ഇജ്ജി ഞാനോടും പറഞ്ഞിട്ടാന്ന്. അങ്ങനെ പറഞ്ഞിട്ടോളൂ. പ്രകാശത്തെ പറയും ഇല്ല ഞാൻ പറയില്ല, നീ കൊണ്ടുപോയിക്കോ, ഞാൻ തിന്നൂട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും എനിക്കല്ല ചങ്ങായിയ ഞാൻ വെച്ചിക്കാന്ന്. എന്നാ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞപ്പോ പ്രകാശത്തെ അവര് പെരേ പറയല്ലേ, ചെക്കൻ പൊട്ടനായി നടക്കുകയാണ്. ചെക്കനക്ക് തിന്നാനുണ്ടാവും. എന്നൊരു സൂത്രം പറഞ്ഞു കണ്ടില്ലേ, ഞാൻ വെച്ചിക്കാണ്. അത് കണ്ടുപിടിച്ച് വളവുണ്ട്. എന്റെ ഞാൻ പറഞ്ഞത് കണ്ടുപിടിച്ചില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവാറ് രണ്ട് പോന്ന്. എന്തായാലും സുബൈതാത്ത പറഞ്ഞില്ല ആരോടും പറയണ്ടെന്ന്. ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പ്രകാശത്തോട് പറഞ്ഞു, എന്നോടും പറഞ്ഞു. പിന്നെ ഞാൻ ഇമ്മാനോട് പറയണ്ടല്ലേ, ഇനി ഇമ്മ എല്ലാവരോടും പറഞ്ഞാലോ. ഇനിയിപ്പോ ആരോടും പറഞ്ഞില്ല, ഇനി പ്രകാശത്തോട് പറഞ്ഞില്ല, അത് തന്നെ മതി. എല്ലാരും അറിഞ്ഞോളൂ. എന്നോടും പറഞ്ഞില്ലേ. എനക്കെന്നാ ഒരു കാര്യം ചെയ്യേ, ഈ ചക്ക വലുതായിട്ട് ഞാൻ എടുത്ത് വെക്കാം. എന്നിട്ട് വലുതാവും. ഇത് ചെറിയ ചക്കല്ലേ, ഇത് വലുതായിട്ട് എനക്ക് ഇതിന് ഒരു കഷ്ണം തരണ്ട്. വലുതായിട്ടോ? അപ്പൊ ഇതിപ്പോ കൊണ്ടായ പാടന്നെ വെട്ടി മുണുങ്ങൂല. പിന്നെ എനിക്ക് ഉണ്ടാവോ? ഇല്ല, എടുത്തേക്കാം. ഉമ്മാണ്ട് പറയാ 4 ദിവസം എടുത്തേക്കാന്ന്. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് നമുക്ക് തിന്നും ചെയ്യാം. അങ്ങനെ ഒരു ബോധി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല ഉമ്മ അവിടെ ഉണ്ടാ? ഉമ്മ വരെ ഉണ്ടാവും. ഞാൻ ആയിക്കോട്ടല്ലോ വരുന്ന അവിടെ കണ്ടില്ലല്ലോ. ഉമ്മ ഒത്തുണ്ടാവും. അവിടെ പാത്രമൊക്കെ മുറവോ. ഞാൻ രാവിലെ പോയിക്കണടാ. രാവിലെ നല്ല മഴയല്ലേ ഇന്ന്. മഴ മാറിയപ്പോ പോയി ഞാൻ രാവിലെ. രാവിലെ പോയിക്കണോ? ഞാന് മോനെ രാവിലെ പോയ ചായ ഒക്കെ കുടിക്കാന്ന് പോയതാണ്. അപ്പൊ ഓരോ ചായയുടെ ഒക്കെ പോയി കഴിഞ്ഞിക്കണ്. അപ്പൊ ഓരോ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ ചായ കുടിച്ചിട്ടൊക്കെ അല്ലേ വന്നിക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചായ ഒക്കെ കുടിച്ചിരിക്കണ് എന്നാലും ഒന്നും അറിയാം. അപ്പൊ ഓരോ
എന്നാലും ഒന്നും ഇല്ല ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ വരാനില്ലേ. അല്ലേ അപ്പൊ ഞാൻ ഇനി പോകുമ്പോ നേരത്തെ പോകാം. നേരത്തെ പോയാലും എനിക്ക് കൂടുതൽ ചായ കിട്ടൂച്ചിട്ട്. ആ ശരിയാ. അല്ല ഇന്നലെ പിന്നെ അവിടുന്ന് വണ്ടി എത്തിയല്ലേ, എന്നിട്ട് ചായ കൊടുന്നാ? ഇന്നലെ ഇപ്പൊ അവിടുന്ന് കണ്ടപ്പോ എന്നോട് വേഗം പോകാൻ പറഞ്ഞല്ലേ, ചായ കൊടുന്നിട്ട് കുടിച്ചാ? എനിക്ക് കിട്ടുന്നത് കൊറേ വെച്ചിട്ട് എന്നോട് വേഗം പോകാൻ പറഞ്ഞു. ഇമ്മ എപ്പോഴും പറയൂ ഉണ്ടായിക്കോട്ടെ അന്നല്ലേട്ടാ. കുഞ്ഞാപ്പോ എനിക്ക് ഇടയ്ക്കൊക്കെ വയറുവേദന വരുന്നതേ ഞാൻ ആൾക്കാരെ മുന്നിൽ നിന്ന് തിന്നിട്ട് കൊതി വന്നിട്ടാ നിൽക്കുന്നത്. പിന്നെ പ്രാക്കും ഇമ്മ അറിയാം മനപ്രാക്ക് ഉണ്ടാവും. മനപ്രാക്കൊക്കെ ഉണ്ടാവും. ആ കാരണമാണ് ഈ കിടക്കൊക്കെ വയറുവേദനയും അങ്ങനെ വയറ് കൊത്തി പിടിക്കുന്നൊക്കെ പറഞ്ഞു. പൊറലാട്ടം വെച്ചിട്ട് എന്നാ പറഞ്ഞില്ല, ഒരു വേദന ഉണ്ടായില്ലല്ലോ. ഡോക്ടറെ കാണിച്ചിട്ട് മാറി. അപ്പൊ ഇനി എപ്പോഴാവാട എന്റെ അമ്മ എനിക്ക് പറ്റായിട്ടാവൂല്ലേ, എപ്പോഴാവണ്ടാച്ചിട്ടാവും എന്റെ ഒപ്പം ഒന്നും നടക്കണ്ട മറ്റൊരൊപ്പം നടക്കണ്ടെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാ കൊതി കുടിച്ചിട്ടൊക്കെ ആവും. ഉമ്മാനെ പറഞ്ഞ കാര്യമില്ല. എന്റെ ഒപ്പം നടക്കണ്ട പറഞ്ഞാ നാളൊരു പറഞ്ഞതാണ്, ഇപ്പൊ പറയില്ല. ഇനിയിപ്പോ ഞാനും ഇന്ന് വർത്താനം പറഞ്ഞ എന്റെ അമ്മ കണ്ടുകൊണ്ട് വരണ്ട. ഇനിയിപ്പോ ആയിക്കോട്ടെ വരുമ്പോ പോയിക്കൊന്നാ ചക്കഞ്ഞ് തലയൊക്കല്ലേ പൊട്ടാ തല എന്താ ചെയ്തൂടെ? അതിന്റെ പായത്തിലൊക്കെ അതിന്റെ നറാവും. ഞാൻ പോവാണ്.